പ്രിയപ്പെട്ട 9ാം ക്ലാസ് കൂട്ടുകാരെ, മാത്തമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സെക്കൻഡ് ചാപ്റ്ററായ സമവാക്യ ജോഡികൾ അഥവാ പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷൻ അതുപയോഗിച്ച് ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. പഴയ 8ാം ക്ലാസ് രീതിയിൽ ഒരു സമവാക്യം ഉപയോഗിച്ചും പുതിയ രീതിയിലുള്ള 2 സമവാക്യങ്ങൾ ഉപയോഗിച്ചും ചെയ്തായിരുന്നു. ഇനി നമുക്ക് 2 സമവാക്യങ്ങളുള്ള ഇക്വേഷൻ 2 കണ്ടെത്തിയിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 5000 രൂപയാണ് വില. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 8000 രൂപയും. ഓരോന്നിന്റെയും വില എത്രയാണ്? ചോദ്യം കേട്ടല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കറുത്ത മുത്തുകളുടെ എണ്ണം എക്സ് എന്നും വെളുത്ത മുത്തുകളുടെ എണ്ണം വൈ എന്നും എടുത്തതുപോലെ ഇവിടെ ഒരു മേശയുടെ വില, ഒരു കസേരയുടെ വില, ഈ 2 വിലകൾ നിങ്ങൾ ആദ്യം എക്സ് എന്നും വൈ എന്നും എഴുതണം. അപ്പൊ എല്ലാ ചോദ്യത്തിലും ഇതുപോലെ എഴുതാൻ 2 ഐറ്റം ഉണ്ടായിരിക്കും. കസേരയുടെ വില, മേശയുടെ വില എന്ന് പറഞ്ഞ പോലെ, പേനയുടെ വില, പെൻസിലിന്റെ വില എന്ന് പറയുന്ന പോലെ ഇവിടെ എപ്പോഴും നമുക്ക് 2 ഐറ്റംസ് നമുക്ക് എക്സ് വൈ എന്ന് കൊടുക്കാനായിട്ടുണ്ടാവും. എക്സ് വൈ എന്നോ എ ബി എന്നോ ഒക്കെ കൊടുക്കാം. നമുക്ക് എളുപ്പത്തിന് എക്സ് വൈ എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മേശയുടെ വില എത്ര? എക്സ് എന്നും ഒരു കസേരയുടെ വില വൈ എന്നും നമ്മൾ ആദ്യം എഴുതുക. ഒരു മേശയുടെ വില, കോസ്റ്റ് ഓഫ് എ ടേബിൾ is equal to എക്സ് എന്നും കോസ്റ്റ് ഓഫ് എ ചെയർ വൈ എന്നും എടുക്കാം. ഒരു മേശയുടെ വില എക്സ് എന്നും കസേരയുടെ വില വൈ എന്നും എടുത്തു. ഇനി ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 5000 രൂപയാണ് വില. ഒരു മേശയ്ക്ക് എക്സ് രൂപ, ഒരു കസേരയ്ക്ക് വൈ രൂപ, രണ്ടും കൂടി മേടിച്ചപ്പോൾ ഒരാൾക്ക് 5000 രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാമല്ലോ. എന്താണ്? മേശയുടെയും കസേരയുടെയും വിലകൾ കൂട്ടിയാൽ 5000 രൂപ. ഇക്വേഷൻ നമ്പർ 1. കോസ്റ്റ് ഓഫ് 1 table is equal to x and cost of 1 chair is y rupees. So total cost for a table and a chair is x plus y is equal to rupees 5000. Equation number 1. Second എന്താന്ന് നോക്കാം. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 8000 രൂപ. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 8000 രൂപ. ഒരു മേശയുടെ വില എക്സ് ആണ്. 4 കസേരയ്ക്കോ ഒരു കസേരയ്ക്ക് വൈ ആണ് വിലയെങ്കിൽ 4 കസേരയ്ക്ക് 4 വൈ. ഈ രണ്ടും കൂടെ കൂട്ടിയാൽ, അതായത് ഒരാൾ ഒരു മേശയും വാങ്ങിച്ചു, 4 കസേരയും വാങ്ങിച്ചു. മേശയ്ക്കും കസേരകൾക്കും കൂടി ആകെ എത്ര രൂപയാണെന്ന് പറഞ്ഞത്? 8000 റുപ്പീസ്, 8000 രൂപയായി. അപ്പോൾ അത് സെക്കൻഡ് ഇക്വേഷനായിട്ട് നമുക്ക് ഇടാം. ഇക്വേഷൻ നമ്പർ. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള ഐഡിയ ആണ് നമുക്ക് ഉണ്ടാകേണ്ടത് പ്രാഥമികമായിട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എക്സുകൾ, ഈ ഇക്വേഷൻസ് 1 or 2 കുറച്ചാൽ എക്സുകൾ ശൂന്യമായി പോകുമോ, ക്യാൻസലായി പോകുമോ, അതുപോലെ വൈകൾ ക്യാൻസലായി പോകുമോ, ഏതെങ്കിലും ഒന്ന് ക്യാൻസലായി പോകുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ക്യാൻസലായി പോകുന്നില്ല എങ്കിൽ അതിനുള്ള മാർഗമാണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടെത്താൻ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ എക്സ് സെയിം കോഎഫിഷ്യന്റ് ആണ്. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എക്സ് മീൻസ് 1x. 5x എന്ന് പറഞ്ഞാൽ 5 into x, 5 ആണ് കോഎഫിഷ്യന്റ്. അതുപോലെ ഇവിടെ 1x. അവിടെ രണ്ടിന്റെയും കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ സെയിം കോഎഫിഷ്യന്റ് ആണെങ്കിൽ മൈനസ് ചെയ്താൽ ക്യാൻസൽ ആയി പോയിക്കൊള്ളും, 0 ആയി പോയിക്കൊള്ളും. ഓക്കെ, അപ്പോൾ 1x അല്ലെങ്കിൽ 5x 2y അങ്ങനെ വരുന്ന സെയിം കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ ഇക്വേഷൻസിന്റെ ഡിഫറൻസ് കണ്ടാൽ അത് ക്യാൻസൽ ആയി പോകും. ഇനി ഡിഫറൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ -2 സെക്കൻഡ് ഇക്വേഷൻ ആകാം, അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷനും ആകാം. നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്യാം. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നിങ്ങൾക്ക് സൗകര്യമായിട്ട് ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് കുറച്ചാൽ എല്ലാം അങ്ങനെ തന്നെ വരണം. അല്ലാതെ ഒരെണ്ണം മുകളിലും താഴത്തേക്കും രണ്ടാമത്തെ താഴെ മുകളിലേക്കും അങ്ങനെ ചെയ്യരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ എക്സിൽ നിന്ന് എക്സ് മൈനസ് ചെയ്താൽ, കണ്ടോ, എക്സിൽ നിന്ന് എക്സ് മൈനസ് ചെയ്താൽ 0 ആയി പോകും. ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് 2 മൈനസ് ചെയ്യാണ്. എക്സിൽ നിന്ന് എക്സ് മൈനസ് ചെയ്താൽ 0 ആവും. ഇവിടെ 1y നിന്ന് 4y മൈനസ് ചെയ്യണം. അപ്പോൾ 1ൽ നിന്ന് 4 മൈനസ് ചെയ്യുക. 1ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ, ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വലുതിൽ നിന്ന് ചെറുത് കുറക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാണ്, ചെറുതിൽ നിന്ന് വലുത് കുറക്കുമ്പോഴും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാണ്. അപ്പൊ ഇവിടെ നമുക്ക് അഥവാ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചാക്കുക. എങ്ങനെ? സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ x - x ചെയ്യുമ്പോൾ 0 തന്നെ, നോ പ്രോബ്ലം, അവിടെ കുഴപ്പമൊന്നുമില്ല. x - x 0 ആണ്.
4y നിന്ന് 1y മൈനസ് 1y ആണ്. 4y മൈനസ് 1y, 4y മൈനസ് 1y എത്രയാണ്? 3y. 3y ഈസ് ഈക്വൽ ടു, ഇവിടെ മുകളിൽ താഴത്തേക്ക് ചെയ്തപ്പോൾ ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങിയാൽ എല്ലാം മുകളിലേക്ക് തന്നെ ചെയ്യണം. എക്സ് മൈനസ് എക്സ് 0, 4y മൈനസ് y 3y, 8000 മൈനസ് 5000 എത്ര? 3000. ഉണ്ടോ? അപ്പൊ നമ്മളിവിടെ ചെയ്തെന്താന്ന് ഇവിടെ കാണിക്കാം. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ആണ് മൈനസ് ചെയ്തത്. താഴെയുള്ള ഇക്വേഷനും മുകളിലത്തെ ഇക്വേഷൻ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ആണ് മൈനസ് ചെയ്തത്. 2 മൈനസ് 1 എന്ന് ഇവിടെ കാണിക്കാം. അപ്പോൾ എന്ത് കിട്ടി? 3y ഈസ് ഈക്വൽ ടു 3000. Therefore y ഈസ് ഈക്വൽ ടു 3000 by 3000. അപ്പൊ 1000 എന്ന് കിട്ടി. എന്താണിത്? 1000 y എന്താണ്? കോസ്റ്റ് ഓഫ് ചെയർ. മാറിപ്പോയത്. കോസ്റ്റ് ഓഫ് ചെയർ y അഥവാ 1000 എന്ന് കിട്ടി. 1000 rupees കിട്ടി. ഒരു കസേരയുടെ വില 1000 രൂപയെന്ന് കിട്ടി. ഇനി മേശയുടെ വില കാണാനായിട്ട് ഈ രണ്ട് ഇക്വേഷനിൽ ഒരെണ്ണം നമ്മൾ എടുത്തു വെച്ചിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5000 ആണ്. ഇക്വേഷൻ നമ്പർ 1 ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ 5000-ലെ y എന്നതിന് പകരം 1000 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എക്സ് വാല്യൂ പെട്ടെന്ന് ചെയ്യാം. അതായത് എക്സ് പ്ലസ് വൈക്ക് പകരം 1000 എന്ന് കൊടുത്താൽ എന്താവും? ഇക്വേഷൻ ഇങ്ങനെയാവും. എക്സ് പ്ലസ് 1000 ഈസ് ഈക്വൽ ടു 5000. Therefore എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് 1000 റൈറ്റ് സൈഡിലേക്ക് പോയാൽ 5000 മൈനസ് 1000 ഈസ് ഈക്വൽ ടു 4000 എന്ന് വന്നു. അപ്പോൾ 4000 എന്താണ്? കോസ്റ്റ് ഓഫ് എ എന്താണ്? എക്സ് ടേബിൾ. കോസ്റ്റ് ഓഫ് എ ടേബിൾ. ഇപ്പൊ രണ്ട് ആൻസറുമായി കോസ്റ്റ് ഓഫ് എ ചെയർ എത്ര? 1000 rupees. കോസ്റ്റ് ഓഫ് എ ടേബിൾ എത്ര? 4000 rupees. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചുറ്റളവ് 1 മീറ്ററായ ചതുരത്തിൽ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. പേജ് നമ്പർ 36-ലെ ഒന്നാമത്തെ ചോദ്യമാണ്. പേജ് 36-ലെ ഒന്നാമത്തെ ചോദ്യം. ചുറ്റളവ് 1 മീറ്ററായ ചതുരത്തിൽ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തിനേക്കാൾ എന്ന് പറയുന്ന അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് എക്സ് എന്നെടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചെറിയ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതലാണ്. എന്തിന്? വലിയ വശത്തിന്. ചെറിയ വശത്തേക്കാൾ എന്ന് പറയുമ്പോൾ ചെറിയ വശത്തിന്റെ നീളം എക്സ് എന്നെടുക്കുക. ചെറിയ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതലാണ് വലിയ വശത്തിന് എന്ന് പറയുമ്പോൾ വലിയ വശത്തിന്റെ നീളം എത്രയെന്നെടുക്കും? ഇതിനേക്കാൾ 5 കൂടുതലാണ്. എക്സ് പ്ലസ് 5 എന്നെഴുതാം. നമ്മുടെ ആ ചോദ്യം ഇങ്ങനെയാണ്. ചുവടെ പറയുന്ന കണക്കുകൾ ഓരോന്നും ഒരക്ഷരം മാത്രമുള്ള സമവാക്യമായോ രണ്ടക്ഷരമുള്ള സമവാക്യമാക്കി മാറ്റി എഴുതാനോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഴയ രീതിയിൽ ഇത് വേണമെങ്കിൽ ചെയ്യാം. എക്സ് എന്ന ചരം അഥവാ എക്സ് എന്ന വേരിയബിൾ മാത്രം എടുത്തുകൊണ്ട് സോൾവ് ചെയ്യുകയാണ് ഈ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എക്സ് ചെറിയ വശത്തിന്റെ നീളം, വലിയ വശത്തിന്റെ നീളം എക്സ് പ്ലസ് 5. ഓക്കെ, പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ്, ചുറ്റളവ് 1 മീറ്റർ ആണ്. പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 1 മീറ്റർ ഓർ 100 സെന്റിമീറ്റർ. ഇപ്പൊ പെരിമീറ്റർ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാം. പെരിമീറ്റർ ചുറ്റളവ്, പെരിമീറ്റർ എങ്ങനെയാണ് കാണുന്നത്? 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. ഇവിടെ ബ്രെഡ്ത്ത് എക്സും ലെങ്ത് എക്സ് പ്ലസ് 5ഉമാണ്. ഇപ്പൊ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. 2 ഇൻറ്റു ലെങ്ത് എക്സ് പ്ലസ് 5ഉം പ്ലസ് ബ്രെഡ്ത്ത് എക്സുമാണ്. ഇതാണ് പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ. 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? 1 മീറ്റർ അഥവാ 100 സെന്റിമീറ്റർ. നമ്മൾ ആ 1 മീറ്റർ എന്നുള്ളതിനെ 100 സെന്റിമീറ്റർ എന്നാക്കി എഴുതുക. ഇനി ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യാനായിട്ട് 2 എക്സ്പാൻഡ് ചെയ്ത് അകത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2-നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പൊ നമുക്കതാണ് എളുപ്പം. എക്സ് പ്ലസ് 5 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 100/2. ഇനി എക്സും എക്സും കൂടെ ആഡ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞാണ് എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 2x. 2x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 100/2 50. 2x പ്ലസ് 5 50 ആണെങ്കിൽ എക്സ് എത്ര? എക്സ് ഈസ് ഈക്വൽ ടു 2x ആദ്യം കാണാം. 2x ഈസ് ഈക്വൽ ടു 50 മൈനസ് 5. 50 മൈനസ് 5 കണ്ടോ? 2x കാണാൻ പ്ലസ് 5 ഈക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ മൈനസ് 5 ആയി. 2x ഈസ് ഈക്വൽ ടു 50 മൈനസ് 5. 2x 50 മൈനസ് 5 45. Therefore x ഈസ് ഈക്വൽ ടു 45/2 22.5. കണ്ടോ? എക്സ് കിട്ടി. എക്സ് എന്താണ്?
ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. ഒന്നുകൂടി മനസ്സിലാക്കാം. 2 into x plus 5 plus x, 2 into length plus breadth പെരിമീറ്റർ. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 100/250. ദെൻ പ്ലസ് ചെയ്തിരിക്കുന്ന 5നെ ഈക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി 50 മൈനസ് 5 ആയി. 2x ഈസ് ഈക്വൽ ടു 45. 2 into x 45 ആണെങ്കിൽ x കാണാൻ 45/222.5 എക്സ് വാല്യൂ. എക്സ് കിട്ടിയാൽ y കാണാൻ എന്ത് ചെയ്യും? എന്താണ്? ഇതാണ്. അതല്ലെങ്കിൽ സെക്കൻഡ് ലെങ്ത് കാണാനായിട്ട് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് 5 ആണ് ലെങ്ത്. ബ്രെഡ്ത്ത് ആണ് കിട്ടിയത്. ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ, വീതി, റെക്ടാങ്കിളിന്റെ വീതി എന്താണ്? എക്സ് അഥവാ 22.5. വീതി എന്ന് പറഞ്ഞാൽ ചെറിയ വശത്തിന് നീളം. റെക്ടാങ്കിളിലെ ചെറിയ വശത്തിന് നീളം അഥവാ വീതി എന്നത് 22.5. നീളം അഥവാ ലെങ്ത് എന്താണ്? വലിയ വശത്തിന്റെ നീളമാണ്. എത്രയാണ്? എക്സ് പ്ലസ് 5, അതായത് 22.5 പ്ലസ് 5 ആയി എത്ര? 27.5 സെന്റിമീറ്റർ. കണ്ടോ? അപ്പോൾ ഇത് വീതിയും ഇത് നീളവും ശരിയല്ലേ? ഇതിനേക്കാൾ 5 കൂടുതലാണ് നീളം. വീതിയേക്കാൾ 5 കൂടുതലാണ് നീളം. ഓക്കെ ആണല്ലോ?